വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി 19 അധ്യായത്തിൽ പ്രകൃതി വിരുദ്ധ പാപങ്ങളാൽ മലിനമായ സോദോം ഗൊമോറ പ്രദേശങ്ങളെ ദൈവം നശിപ്പിക്കുന്നതും അതിനു മുമ്പേ ലോത്തിനെയും കുടുംബത്തെയും നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമാണ്. ലോത്തിനെ സന്ദർശിച്ച 2 ദേവദൂതന്മാരെ പാപത്തിന് വിധേയമാക്കാൻ വെമ്പൽ കൊണ്ട സോദോമിലെ പുരുഷന്മാർ അന്ധരാക്കപ്പെട്ടു. ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. ഉൽപ്പത്തി 19 അധ്യായം 13 തിരുവചനം. കർത്താവ് ആകാശത്തിൽ നിന്ന് സോദോമിലും ഗൊമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. ഉൽപ്പത്തി 19 അധ്യായം 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അബ്രഹാത്തിന് 100 വയസ്സായപ്പോഴാണ് കർത്താവ് നൽകിയ വാഗ്ദാനമനുസരിച്ച് സാറ ഇസഹാക്കിന് ജന്മം നൽകുന്നത്. ഇസഹാക്ക് വളർന്നപ്പോൾ സാറ ഹാഗാറിനെയും മകൻ ഇസ്മായിലിനെയും പുറത്താക്കാൻ അബ്രഹാമിനെ നിർബന്ധിക്കുന്നു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽസഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചുകൊടുത്തു. മകനെയും ഏൽപ്പിച്ച് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബെർഷേബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. ഉൽപ്പത്തി 21 അധ്യായം 14 തിരുവചനം. ഹാഗാറിന്റെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ഉൽപ്പത്തി 21 അധ്യായം 17-18 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും